വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങൾക്കിന്ന് നോയമ്പാണ്. അപ്പോൾ നോയമ്പ് പ്രമാണിച്ച് എല്ലാ വെള്ളിയാഴ്ചയാണ് നോയമ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം നമ്മളുടെ കയ്യിലുണ്ട്. അത്ര സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അതായത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അവിയലിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫോളോ. അങ്ങനെ ഞാൻ എല്ലാവിധ സെറ്റപ്പോടും കൂടി അവിയലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അരിയാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെന്ന് വേഗം തന്നെ എല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ശരിക്കും ഇത് ചുണ്ണാമ്പാന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന സംഭവം. ഇതിങ്ങനെ ജീവിക്കണം. ചക്കക്കുരി ഞാൻ വായൂല ഗൈസ്. എനിക്ക് ചക്കക്കുരി അരിയുന്ന ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചക്കക്കുരു ക്ലീനിങ്ങിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചക്കക്കുരുവിന്റെ കുരുവല്ല ചക്കക്കുരുവിന്റെ തൊണ്ട് കളയാൻ അടക്കിങ്ങനെ എളുപ്പമാർഗം അറിയെങ്കിലും കമൻസിലൊന്നും ഇടുന്നോട്ടോ, എന്തെങ്കിലും ഒരു എളുപ്പമാർഗം ഉണ്ടെങ്കിൽ. അങ്ങനെ കഴിഞ്ഞ് നമ്മുടെ അവിയലിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞു. അമ്മ ആ മൂലയ്ക്ക് ഇന്ന് തേങ്ങ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റിങ്ങിലാണ് തേങ്ങയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സംഭവം ഇത് ലാസ്റ്റ് എടുത്തോളൂ കേട്ടോ, ഈ ഒരു വഴുതനങ്ങയും തക്കാളി. പിന്നെ നമുക്കിനി ഇത് വേവിക്കാൻ വെക്കുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 പച്ചമുളക്, ഇത് രണ്ടും ഇട്ടിട്ട് ഞങ്ങൾ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ. നമുക്ക് തേങ്ങ ഒതുക്കിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാം, 2 ചെറിയ ഉള്ളി എടുക്കാം, 3 വെളുത്തുള്ളി എടുക്കാം, കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം. ഇത്രയാണ് നമുക്ക് എടുക്കേണ്ടത്. അയ്യോ, എനിക്ക് എന്ത് ചോദിച്ചിട്ട് വയ്യാമേ, ചോദിച്ചിട്ട് പറഞ്ഞത് വേണ്ട. മിക്സി ഇട്ട് ഒതുക്കിയെടുക്കാം. ഞാൻ ചേന അരിഞ്ഞുകൊണ്ടിട്ടില്ലേ, എനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് കഴിക്കും. അപ്പോൾ എല്ലാവരും ചേന അരിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അരിയണോ അല്ലേ? ചോദിച്ചിട്ട് വയ്യ. ഇത് എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം കേട്ടോ. എനിക്ക് ചേന പൊതുവെ ഞാൻ അറിയാത്ത ഒരാളാണ്. അപ്പോൾ ചേന ഇന്ന് ഞാൻ അറിഞ്ഞപ്പോഴേക്കും ചെറുതായതുകൊണ്ടിട്ട് ഇങ്ങനെയൊന്നും വരില്ല എന്നാണ് ഓർത്തത്. പക്ഷെ എനിക്ക് നല്ല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പും കൂടി ഇട്ടിട്ട്, ഉപ്പ് എനിക്ക് കയ്യിലേക്കിടാനല്ലേ, പിന്നെ കൂടിയിട്ട് നന്നായിട്ട് ഈ തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ഈ ചൊറിച്ചിൽ മാറുന്നതാണ് അമ്മ പറഞ്ഞത്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കയ്യൊക്കെ ഒന്ന് തിരുമ്മി കൊടുത്തു. ഒന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങാക്കൂട്ട് മിക്സിയിലിട്ട് ഉടച്ചെടുത്ത് നല്ല പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പച്ചക്കറി ഒരുവിധം വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, ഇത് തണുത്തൊക്കെ കഴിയുമ്പോൾ അത് പാകമായിരിക്കും. അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, വെയിറ്റിങ്ങിലാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചാൽ നമ്മുടെ തക്കാളീനെയും വഴുതനങ്ങനെയും കൂടി അതിലേക്ക് ഇടുവാണ്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം ഒന്ന് കറക്റ്റ് പാകത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഏറ്റവും അവസാനം നമ്മൾ തേങ്ങ ഒതുക്കും കൂടി ഇട്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചൂടോടുകൂടി ഈ സാധനം പാത്രത്തിലോട്ട് വിളമ്പുണ്ട്. അപ്പോൾ കറികളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ അവിയൽ, പപ്പടം, സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചി, പൈനാപ്പിൾ കിച്ചടി, പിന്നെന്താ
കടല ഒലത്തിയത്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഞങ്ങളുടെ കറി കേട്ടോ ഉച്ചക്കത്തെ. ഞാനിപ്പോൾ നമ്മുടെ അവിയലോട്ടിനെ ഞാൻ അകത്താക്കി നോക്കട്ടെ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്നറിയാൻ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിയൽ. എന്താ പറയുക, നമ്മുടെ സദ്യയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത്രയും കറികളുണ്ടായതുകൊണ്ട് ഒരു ആർഭാടമായിരുന്നു. പായസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാൽ അതിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.